എടാ മുത്ത് മണി എവിടെയേനു നീ? ഞാനിവിടെ ഇല്ല മൊത്തേ. എടാ എന്താ ഇഷ്യൂ അല്ല എന്തെല്ലോ പറയുന്നു, ഇഷ്യൂ എന്നെല്ലാം പറയുന്നത് എന്താ സംഭവം? മൊത്തം ഇഷ്ടമാണ്. സിറ്റി കയറിയ ഗ്യാങ് ഡ്രസ് ഉപയോഗിക്കരുത്, ഗ്യാങ്ങിന്റെ പേര് പറയരുത്, ഗ്യാങ് വണ്ടി എടുക്കരുത്, ഗ്യാങ് ഹൗസിന്റെ അടുത്തോട്ട് പോകരുത്. ഓക്കെ, ആണോ? അതെ, 4 17-ാം കാര്യം തീയതി ക്ലിയർ വരെ. അല്ലേ? സസ്പെൻഷൻ ആണോ? 17-ാം തീയതി വരെ സസ്പെൻഷൻ. സസ്പെൻഷൻ. എന്താ സീൻ എന്താ? ഓ അതെന്ത് പറയാൻ, നമുക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ഗ്യാങ്ങോട്ട് മറ്റേ കൂൾ ഡൗൺ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ ആവശ്യമില്ല ട്രിഗർ ചെയ്തെന്നും പറഞ്ഞിട്ട് ടി വി ആയിട്ട് എന്താ? ടി വി ആയിട്ട് എന്താ? ടി വി ആയിട്ട് ഫുൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം സോർട്ട് ഔട്ട് ആയി, അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ലൈക്ക് എടുക്കേണ്ട ഡിസിഷൻസ് നമ്മൾ ഇത്ര നാൾ പ്രോപ്പറായിട്ട് എടുക്കാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എടുക്കേണ്ട ഡിസിഷൻസ് അപ്പം എടുത്തെടുത്തെടുത്ത് മുന്നോട്ട് പോവുള്ളൂ. നമ്മൾ യാതൊരുവിധ ലൈക്ക് ഈ ഹോൾഡിംഗ് ബാക്ക് സാധനം കാണിച്ച് നമുക്ക് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ ഇനി വയ്യ. സോ നമ്മൾ ഇനിയും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ അകത്തും പുറത്തുള്ള എല്ലാ സാധനവും നോക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പൊ പുറത്തിരിക്കുന്നുണ്ട്. അത് കാരണം ബാന്, ആവശ്യമില്ലാത്ത FRP അതൊന്നും ഇനി നമ്മൾ സമ്മതിച്ചു കൊടുക്കൂല. അല്ല ഈ കൊച്ചാപ്പിന്റെ എന്താ പ്രശ്നം? കൊച്ചാപ്പിന്റെ വിഷയം നമ്മള് അത് അത് റിമൂവ് ഇട്ട്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും ചിന്തിച്ചു വെച്ച ഇന്നലെ ഒരു അല്ല ഇന്നലെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് പോലും ഇപ്പോഴും പലരുടെയും മൈൻഡിൽ TV ആയിട്ട് സിറ്റുവേഷൻ എടുത്തതുകൊണ്ടാണ്, KV ആയിട്ട് സിറ്റുവേഷൻ എടുത്തുകൊണ്ടാണ് അവനെ റിമൂവ് ഇട്ടതെന്നുള്ളത്. പക്ഷെ അത് അറിയാത്ത ആൾക്കാർക്ക് ദയവ് ചെയ്ത് ഇന്നലെ ഞാനും ഷെയ്ക്കിന്റെ ലൈവിലിരുന്ന് പ്രോപ്പറായിട്ട് റീസൺ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിരുന്നു നിങ്ങൾ ഒന്നുകൂടെ കണ്ടിട്ട് വെറുതെ ക്രിട്ടിസൈസ് ചെയ്യും. ഇവരെന്തോ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. മറ്റേ TV ആയിട്ട് സിറ്റുവേഷൻ എടുത്തുകൊണ്ട് മറ്റേ കൊച്ചാപ്പീനെ റിമൂവ് ഇട്ടു, അത് മോശമാണ്, അത് ശരിയല്ല, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഇത്ര എക്സ്പ്ലനേഷൻസ് എടാ അതൊന്നും അല്ലടാ ഇത് വിഷയം. ടിവിയുടെ വിഷയമൊന്നും അല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള അതിന്റെ ബാക്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഷമീർ. അത് ഞാൻ ഓഫ്ലൈൻ പറഞ്ഞുതരാം കാര്യങ്ങൾ. അത് നമുക്ക് എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്ത ഹേറ്റ് അവനിലേക്കും പോവും. വെറുതെ എന്തിനാ? അത് നമ്മൾ ഇന്നലെ നമുക്ക് താല്പര്യമില്ല. നമുക്കത് നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നെ വിളിക്കുന്നുണ്ട് ഷമീർ, നിന്നെ കിട്ടണ്ടേ? ഫോൺ എടുക്കണ്ടേ? ഫോണ് കിട്ടിയ പറഞ്ഞാലേ കിട്ടുള്ളതല്ലേ. അത് ഞാൻ അത് ഓഫ്ലൈൻ പറഞ്ഞുതരാം പോരെ. ഫുള്ളി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അവന്റെ ഒരു ഇതുള്ള നമ്മളത് കളയണ്ട. കൊച്ചാപ്പിന്റെ ഭാഗത്താ ശരിയെന്ന് പറയുന്ന കുറെ ആൾക്കാര് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. നമുക്ക് നമ്മുടെ ഗ്യാങ്ങിന്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം അറിയുള്ളൂ. നമ്മളപ്പോ പ്രോപ്പർ നല്ല രീതിയിൽ നമുക്ക് എന്തായാലും ലൈവ് ഒന്ന് ഇരിക്കാം. എന്താ സംഭവം എന്താന്ന് അറിയട്ടെ. നിങ്ങൾ ഉണ്ടോ? GTL ഉണ്ടോ? കേറാമോ? ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇമാരുണ്ട്, കേറിക്കോ, നീ കേറിക്കോ, ഞാൻ വന്നേക്കാം. ബൈ.